പി പി ജെയിംസ് ഇവിടെ അവിടെ പലസ്തീൻ എന്ന് പറയുന്ന ചെറിയ ഭൂമിക്കേറ ഇസ്രായേലിനൊരു ഇരയല്ല. വളരെ പെട്ടെന്ന് ആ യുദ്ധം തകർത്തുകൊണ്ട് തീരും എന്ന വിലയിരുത്തിയെടുത്തതൊന്നും മാസങ്ങൾ അതാ ഇപ്പോൾ കഴിയുകയാണ്. അവിടെ കുറേയധികം കുഞ്ഞുങ്ങളെ കുറേയധികം സ്ത്രീകളെ കൊന്നുകൂട്ടുന്നു എന്നല്ലാതെ യഹിയ സിൻവർ അടക്കം ഇസ്രായേലിൻ്റെ പ്രൈം ടാർഗറ്റായ ഹമാസ് നേതാക്കളെ ഒന്നും പിടികൂടാൻ കഴിയുന്നില്ല. ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നും പിടികൂടാൻ ഇതുവഴി ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവിടെ തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ പോലും ഇസ്രായേലിന് കഴിയുന്നില്ല. ഈ പറയുന്ന വലിയ സൈനിക രാഷ്ട്രമാണ്, മൊസാദിൻ്റെ വലിയ ശക്തിയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ പോലും ഇതിനൊക്കെ ഇപ്പോൾ ഹൂത്തികൾക്കാകട്ടെ ഹമാസിനാവട്ടെ ഈ ഇസ്രായേൽ വിരുദ്ധമായി നിൽക്കുന്ന ഫോഴ്സുകൾക്കൊക്കെ ശക്തി കൊടുക്കുന്ന ഇറാൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെടുന്നത് ഇസ്രായേലിന് കുറച്ചുകൂടി പലസ്തീനിലെ വഴികൾ എളുപ്പമാക്കും എന്ന് കരുതാനായോ? ഹാഷ്മി, ആ പറഞ്ഞ കാര്യത്തിൽ വളരെ ശരിയുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധം 7 മാസം പിന്നിടുമ്പോൾ ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ ഇതാ പോയി ഗസ പിടിച്ചടക്കം, ഒരു വലിയ സ്ട്രിപ്പൊന്നല്ല, 23 ലക്ഷം പേര് താമസിക്കുന്ന ഒരു ചെറിയ പ്രദേശം പിടിച്ചടക്കാൻ ഇസ്രായേൽ സർവ്വസന്നാഹവും വെച്ച് 7 മാസമായി മുന്നേറുകയാണ്. പക്ഷെ മുന്നേറിയിട്ട് 35,000 പേര് കൊല്ലപ്പെട്ടതിൽ 25,000 പേരും പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളുമാണ്. എന്ന് മാത്രമല്ല ഏതാണ്ട് ഒരു 1000-ലേറെ തുരങ്കങ്ങൾ ഭൂമിക്കടിയിൽ നിർമ്മിച്ച് ഹമാസ് നടത്തുന്ന ഫൈറ്റിൻ്റെ പിന്നിൽ ഇറാനാണ് ഹമാസിനെ എക്യുപ്പ് ചെയ്തിരിക്കുന്നത്. ലെബനനിൽ ഹെസ്ബുള്ളയെ ഇതുപോലെ തന്നെ ആയുധവൽക്കരിച്ചിരിക്കുന്നത് ഇറാനാണ്. അപ്പുറത്ത് ഹൂതികൾക്ക് ഏതാണ്ട് ഷിയ വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽസാണ് ഹൂതികൾ. അവർക്ക് പ്രത്യേകിച്ച് കപ്പലുകളെ ആക്രമിക്കാൻ കഴിയുന്ന രീതിയിൽ മിസൈലുകളും ആയുധങ്ങളും ഒക്കെ നൽകി. അപ്പോൾ ഇതൊരു വളരെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ ഒരു ലീഡർഷിപ്പ് അതിൻ്റെ പിറകിൽ വളരെ ശക്തമായിട്ടുണ്ട്. അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി വളരെ ശക്തമായിട്ടുള്ളതാണ്. ഇസ്രായേലിനെ വിറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിൽ ഡോക്ടർ പി ജെ വിൻസെൻ്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. പ്രത്യേകിച്ച് ഇറാനിൽ 2 വർഷം നടന്ന ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തി, പ്രത്യേകിച്ച് ഇറാൻ്റെ സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ അറബ് ലോകത്ത് അല്ലെങ്കിൽ നോൺ അറബ് ലോകത്ത് ഇതുപോലെ ഒരു സൈനിക ശക്തിയില്ല. അത്ര ശക്തമാണ് അവരുടെ റവല്യൂഷണറി ഗാർഡ്സും മിലിറ്ററിയും എയർഫോഴ്സും. ഇന്ത്യ ഒരു കാലത്ത് സൈനിക രംഗത്ത് ശ്രദ്ധിച്ച പോലെ അവരും ആ രംഗത്ത് വളരെ ശക്തമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജനകീയ സമരം അത് വെറും ഒരു നഗരത്തെ സമരമായിരുന്നു എന്നുള്ളൊരു പ്രയോഗത്തോട് എനിക്കധികം യോജിപ്പ് തോന്നുന്നില്ല. കാരണം 2 വർഷം ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് രംഗത്തിറങ്ങിയത്. അത് നഗരങ്ങളിൽ മാത്രമല്ല. ഈ മക്സ ആമിനി വരുന്നത് അവർ കുർദിഷായിട്ടുള്ളൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതാണ്. അവിടെയൊക്കെ നടന്ന പ്രക്ഷോഭം എന്തായിരുന്നു? അത് അടിച്ചൊതുക്കാൻ 2 വർഷത്തിനുള്ളിൽ 500 പേരെ വധിക്കേണ്ടി വന്നു. IRGCക്ക് അല്ലെങ്കിൽ റവല്യൂഷണറി ഗാർഡ്സിന് 10,000-കണക്കിന് ആൾക്കാർ ജയിലിലടക്കേണ്ടി വന്നു. 10-30,000 പേര് ഗുരുതരമായി മുറിവേറ്റു. ഇപ്പോഴും അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിനുള്ളിൽ അവിടുത്തെ ഈ മർദ്ദക നിലപാടിനെതിരെ അതിശക്തമായിട്ടുള്ള എതിർപ്പുണ്ട്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, 2017 ഇതേ ഇബ്രാഹിം റൈസി, ഞാൻ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും കുറച്ച് കാണുന്നില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2017 വളരെ ഹാർഡ് ലൈനറായിട്ടുള്ള ഇബ്രാഹിം റൈസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ മിതവാദിയായ ഹസൻ റുഹാനി അദ്ദേഹത്തെ തീർത്തും പരാജയപ്പെടുത്തി. പിന്നീട് അദ്ദേഹം എത്രയോ കഴിഞ്ഞാണ് വീണ്ടും മത്സരിക്കുമ്പോൾ നമ്മൾ ഓർത്താൽ കൊള്ളാം, അദ്ദേഹത്തിനെതിരെ വന്ന പോപ്പുലർ ലീഡേഴ്സായിട്ടുള്ള മിതവാദികളെ മുഴുവൻ ഒഴിവാക്കി വെറ്റ് ചെയ്ത് വളരെ അശക്തരായ സ്ഥാനാർത്ഥികളെ മാത്രം മത്സരിക്കാൻ അനുവദിച്ച്, എന്നിട്ടും 2ാം സ്ഥാനത്ത് വന്നത് നോട്ടയാണ്. 42 ലക്ഷം പേര് വോട്ട് ചെയ്തു. പോളിംഗ് ശതമാനം ഇറാന്റെ ചരിത്രത്തിൽ ഏറ്റവും മോശമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു പോപ്പുലർ ലീഡറാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഇറാന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. അദ്ദേഹം കൊല ചെയ്യപ്പെട്ട ഒരു സമയത്ത് ഇത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല, പക്ഷെ രാഷ്ട്രീയമായിട്ട് വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഓഫ്, ഇപ്പോൾ ഇന്ത്യയുടെ സുഹൃത്താണ് എന്ന് പറയുമ്പോൾ തന്നെ ഈസ് എ ഷൂട്ട് പൊളിറ്റീഷ്യൻ. ഇന്ത്യയെക്കാൾ ബന്ധം ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഉണ്ട്. അപ്പൊ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയ ഒരു വിദേശകാര്യ വിദഗ്ധൻ കൂടിയാണ് എന്ന് പറയുകയാണ്. ഞാൻ തിരികെ